ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെജ് നൂഡിൽസുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ 2 നൂഡിൽസിൻ്റെ സ്ട്രിപ്പാണ് എടുക്കുന്നത്, ഇതേപോലത്തെ. അപ്പം നമുക്ക് ആദ്യം ഇതിന് വേണ്ട വെള്ളം തിളപ്പിച്ചെടുക്കാം. ഒരു 5 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഈ 5 കപ്പ് വെള്ളം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അടച്ചു വെക്കാം. ഇപ്പം വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ ഓഫാക്കി കൊടുക്കണം. എന്നിട്ട് ഈ നൂഡിൽസ് അതിലേക്ക് ഇട്ട് വെക്കുക. ഏകദേശം ഒരു 7 മുതൽ 8 മിനിറ്റ് കൊണ്ട് ഇത് കുക്കായി കിട്ടും. നമുക്കിനി ഇത് അടച്ചു വെക്കണം. നമുക്ക് മൂടി തുറന്നു നോക്കാം. ഇപ്പം നൂഡിൽസ് ഒക്കെ നന്നായി കുക്കായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം നമുക്ക് ഊറ്റിയെടുക്കണം. ഇപ്പം ഇതേപോലത്തെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നാൽ നൂഡിൽസ് വിട്ട് വിട്ട് കിട്ടും. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ വഴറ്റിയെടുക്കാം. ഇതിന് ഞാൻ 2 ചെറിയ ക്യാരറ്റാണ് എടുത്തേക്കുന്നത്. വലുതാണെങ്കിൽ 1 മതി. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജും അതും നീളത്തിൽ കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കാണ് എടുത്തേക്കുന്നത്. അതും ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തത്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ച് മതി. പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓനിയൻ, ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഇട്ട് കൊടുക്കണം. ഒരുപാടായി പോകരുത്, കുറച്ച് മതി. ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം മതി. ഇത് നന്നായിട്ട് അതിനകത്തുനിന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം. ആദ്യം ക്യാരറ്റും ക്യാബേജും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലെയിം നല്ല കൂട്ടി വെക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം വേഗം കുക്കായി പോകും, അതാണ് കുറച്ച് ലേറ്റ് ആയിട്ട് ഇട്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഇതിനു വേണ്ടി മാത്രമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കാരണം കുരുമുളകിൻ്റെ ഫ്ലേവർ കുറച്ച് അധികം വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ വെച്ച നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നൂഡിൽസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ ഒരു 2 സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സോസ് എല്ലാം അതിലേക്ക്, സോസും വെജിറ്റബിൾസും ഒക്കെ കൂടെ മിക്സ് ആയിട്ട് വന്നോളും. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ പെപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ചും കൂടെ ഫ്ലേവർ വേണം തോന്നിയുകൊണ്ട് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.